ഹായ് ഫ്രണ്ട്സ്, വോണ്ട് ടു അതുപോലെ വോണ്ട്സ് ടു ഈ രണ്ടിൻ്റെയും പ്രയോഗം സ്പീക്കിങ്ങിൽ വളരെയധികം കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് ഇതിനെ കുറിച്ച്, വോണ്ട് ടു അതുപോലെ വോണ്ട്സ് ടു. വോണ്ട് ടു വോണ്ട്സ് ടു ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയില്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നാളെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നാളെ എനിക്ക് നിങ്ങളെ കാണണം, അതിൻ്റെ ആഗ്രഹമാണ്. അവൾ നാളെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, വോണ്ട്സ് ടു വോണ്ട് ടു ഉപയോഗിക്കുക. നിങ്ങളൊരു ആശയം മനസ്സിലാക്കിയാൽ മതി. ആശയം മനസ്സിലാക്കണം. എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ വോണ്ട് ടു വോണ്ട്സ് ഉപയോഗിക്കുക. ആശയമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അറിയോ, അതിന് കാരണം പല ആളുകളും പല രീതിയിലാണ് പറയുക. സെയിം സെന്റൻസ്, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിന് പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട്, ഇത് എനിക്ക് നിങ്ങളൊന്ന് കാണണം ഇന്ന്. കണ്ടോ, ആഗ്രഹമാണ്. ഈ ഒരു എക്സ്പ്രഷനിലൂടെ തോന്നില്ല ആഗ്രഹം എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിച്ച് കൊള്ളാമെന്നുണ്ട്. കണ്ടോ, കൊള്ളാമെന്നുണ്ട് എന്ന് പറയും. എന്താണ് കൊള്ളാമെന്നുണ്ട്? കാണുന്ന ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്നു. അങ്ങനെ പല രീതിയിലും പല ആളുകൾ പറയാറുണ്ട്. അതുകൊണ്ട് ആശയമാണ് മനസ്സിലാക്കിയത്. എന്താണ്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ വോണ്ട്സ് ടു വോണ്ട് ഉപയോഗിക്കുക. അത് ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ടേബിൾ തരാൻ കാരണം ഈ ഒരു ടേബിളിന്റെ സഹായത്തോടെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടേബിൾ യു ക്യാൻ മേക്ക് ഹൺഡ്രഡ്സ് ഓഫ് സെന്റൻസസ് വെരി ഈസിലി. നിങ്ങൾക്ക് ചെറിയൊരു ടേബിളിന്റെ സഹായത്തോടെ 100 കണക്കിന് സെന്റൻസിലൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പം എന്ത് ചെയ്യുക, വീഡിയോ കണ്ടാൽ മാത്രം പോരാ, കണ്ട് മനസ്സിലായ കാര്യങ്ങൾ അത് എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് സെന്റൻസുകൾ, ഒരു 8 or 10 സെന്റൻസുകൾ എന്ത് ചെയ്യുക, പറഞ്ഞും എഴുതിയും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒന്ന് പറയാണ്, എന്താണ് വോണ്ട് ടു വോണ്ട്സ് ടു, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ വോണ്ട് ടു നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? വോണ്ട് ടു ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലൂറൽ ഫോമിന്റെ കൂടെയാണ്. എന്ന് വെച്ചാൽ ഐ പറയുകയാണെങ്കിൽ ഐ വോണ്ട് ടു, യു വോണ്ട് ടു, ദേ വോണ്ട് ടു, അതുപോലെ വി വോണ്ട് ടു. ഇനി വോണ്ട് ടു എന്ന് പറയുന്ന ഈ ഒരു ഹെൽപ്പിംഗ് വെർബിന്റെ നെഗറ്റീവാണ് എന്ത്? ഡോണ്ട് വോണ്ട് ടു. എന്താ പറഞ്ഞേ? ഡോണ്ട് വോണ്ട് ടു എന്ന് പറയാം. വോണ്ട് ടുന്റെ നെഗറ്റീവാണ് ഡോണ്ട് വോണ്ട് ടു. ഇനി ഒരാളാണെങ്കിലോ, ഹി ആണെങ്കിലോ, ഹി വോണ്ട് ടു എന്ന് പറയരുത്, അവിടെ എസ് ചേർക്കണം, ഹി വോണ്ട്സ് ടു എന്ന് പറയണം. എന്താണ്? ഹി വോണ്ട്സ് ടു. കണ്ടോ, ഹി വോണ്ട്സ് ടു, ഷീ വോണ്ട്സ് ടു. ഇനി വോണ്ട്സ് ടു എന്ന് പറയുന്ന ഇതിന്റെ നെഗറ്റീവാണ് ഡസൻറ്റ് വോണ്ട് ടു. എന്താണ്? ഡസൻറ്റ് വോണ്ട് ടു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഡസ് ചേർക്കുമ്പോൾ, നമ്മൾ ഡൂഡസ് ചേർക്കുമ്പോൾ അവിടെ പിന്നെ SES എക്സ്ട്രാ വരരുത്. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ഷീ ഡസൻറ്റ് വോണ്ട്സ് എന്ന് പറയരുത്, അത് തെറ്റാണ്. ഷീ ഡസൻറ്റ് വോണ്ട് ടു. അത് മനസ്സിലാക്കണം. ഇനി പാസ്റ്റ് ഫോം, വോണ്ട് ടു അതുപോലെ വോണ്ട്സ് ടു രണ്ടിൻ്റെയും പാസ്റ്റ് ഫോം ആകെ ഒന്നേ ഉള്ളൂ, അതാണ് വോണ്ടഡ് ടു. ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറയാണ്, ഇന്നലെ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ വോണ്ട് ടുന്റെ പാസ്റ്റ് പോകേണ്ടി വരും. എന്ത്? വോണ്ടഡ് എന്ന് പറയേണ്ടി വരും. വോണ്ടഡ്, ഐ വോണ്ടഡ് ടു മീറ്റ് യു, ഐ വോണ്ടഡ് ടു മീറ്റ് യു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് 1 by 1 സെന്റൻസ് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വെർബ് ഫസ്റ്റ് ഫോം ആണ്, അത് മറക്കരുത്. വെർബ് ഫസ്റ്റ് ഫോം ആണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. വോണ്ട് ടു ആയാലും കുഴപ്പമില്ല, വോണ്ട്സ് ടു ആയാലും കുഴപ്പമില്ല, ഇനി രണ്ടിൻ്റെയും പാസ്റ്റ് ആയ വോണ്ടഡ് ടു ആയാലും കുഴപ്പമില്ല. ഇനി ഈ വോണ്ടഡ് ടുവിൻ്റെ നെഗറ്റീവ് എന്താ? ഡിഡിൻറ്റ് വോണ്ട് ടു ആണ്. എന്താണ്? ഡിഡിൻറ്റ് വോണ്ട് ടു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ആവരുത്. വോണ്ട് ടു ഉപയോഗിക്കുന്നത് പ്ലൂറൽ ഫോമിന്റെ കൂടെയാണ്, അതിന്റെ നെഗറ്റീവാണ് ഡോണ്ട് വോണ്ട് ടു. അത് ക്ലിയർ ആണ്? ഇനി നമ്മൾ ഒരാളാണെങ്കിലോ അവിടെ വോണ്ട് ടു ഉപയോഗിക്കാതെ വോണ്ട്സ് ടു ഉപയോഗിക്കുക, എസ് വരുന്ന, അതിന്റെ നെഗറ്റീവാണ് എന്ത്? ഡസൻറ്റ് വോണ്ട് ടു. അതും ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ. ഇനി ഈ രണ്ടിൻ്റെയും ഏതൊക്കെയാണ്? വോണ്ട് ടു അതുപോലെ വോണ്ട്സ് ടു രണ്ടിൻ്റെയും പാസ്റ്റ് കഴിഞ്ഞു പോയതാണ് വോണ്ടഡ് ടു. എന്നാണ് വോണ്ടഡ് ടു. അപ്പൊ അതിന്റെ നെഗറ്റീവാണ് എന്ത്? ഡിഡിൻറ്റ് വോണ്ട് ടു. ഡിഡിൻറ്റ് വോണ്ട് ടു. നെഗറ്റീവില് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും കേട്ടോ. നെഗറ്റീവില് എപ്പോഴും വോണ്ട് സെയിം ആണ് വരും അല്ലേ? വോണ്ട്, വോണ്ട് ആണോ? വോണ്ട് ടു, വോണ്ട് ടു, വോണ്ട് ടു, വോണ്ട് ടു. എന്തായാലും കാരണം, അതിന്റെ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡു,
ഡസ്, ഡിഡ്, ഈ മൂന്നിൻ്റെയും കൂടെ എപ്പോഴും വെർബ് ബേസ്, വെർബ് ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്കറിയാത്ത വെർബുകളില്ല. ബോറോ, എന്താ ബോറോ എന്ന് പറഞ്ഞാൽ? ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക എന്നർത്ഥം. ബോറോ, കടം വാങ്ങുക. അത് എന്തായാലും കുഴപ്പമില്ല. ബുക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇനി പൈസ ആണെങ്കിൽ കുഴപ്പമില്ല. എന്താണെങ്കിലും കടം വാങ്ങുക എന്ന് പറയുമ്പോൾ ബോറോ എന്ന് പറയാം. ബോറോ. ഓക്കെ, ബോറോ ബുക്കാവാം, ബോറോ മണി ആവാം, എന്തും ആവാം. ഇനി ഇവിടെ നിങ്ങൾക്കറിയാത്തതായിട്ടൊന്നുമില്ല. ക്ലിയർ? അറിയാലോ. ദയർ, ഓവർ ദയർ, അവിടെ സെയിം ആണ്, രണ്ടും പറയാം. ഹിയർ, ഇവിടെ, ഓവർ ഹിയർ, ഇവിടെ ഒക്കെ സെയിം ആണ്. ഇവിടെ ഒന്ന് ഊന്നി പറയാനാണ് നമ്മൾ എന്താ ചെയ്യുക, ഓവർ ചേർക്കുന്നത്, ഓവർ ഹിയർ എന്ന് പറയാം. ഓക്കെ, അതുപോലെ ഹോം, ടു യുവർ ഹോം, മൈ വർക്ക്. ഓക്കെ, യു നോ എവറിത്തിങ്. ഇനി ഇവിടെ ഇതെന്താണ്? ഇത് നമ്മുടെ പ്രസന്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടൈമാണ്. ആണല്ലോ. നൗ, ഇപ്പോൾ. റൈറ്റ് നൗ, ഇപ്പോൾ. ഊന്നി പറയാൻ വേണ്ടി പറയുന്നതാണ് റൈറ്റ് നൗ. ദിസ് ഈവനിങ്, ടുനൈറ്റ്, ഇന്ന് രാത്രി. ടുഡേ, ഇന്ന്. ടുമോറോ, നാളെ. ഇതൊക്കെ അറിയാവുന്നതാണ്. ഇതാണ് നമ്മുടെ പാസ്റ്റ് ടൈം. ഈ പാസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരുടെ കൂടെയാണെന്നറിയോ? വോണ്ടിന്റെ കൂടെ അല്ല, അല്ലാതെ വോണ്ട്സിന്റെ കൂടെ അല്ല. ആരുടെ കൂടെയാണ്? യെസ്, വോണ്ടഡ് ടു. പാസ്റ്റ് അല്ലേ, പാസ്റ്റിന്റെ കൂടെ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഞാൻ നാളെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നാളെ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറയും ഐ വോണ്ട് ടു. ഓക്കെ, അതിനുശേഷം കാണുക എന്താണ്? മീറ്റ്. ഐ വോണ്ട് ടു മീറ്റ് യു ടുമോറോ. എന്താണ്? ഐ വോണ്ട് ടു മീറ്റ് യു ടുമോറോ. സിമ്പിൾ അല്ലേ? ഇനി ഐ ഒഴിവാക്കിയിട്ട് എനിക്ക് പറയണം അവൾ നാളെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഷീ ആണ് വരിക. ഷീ വന്നു കഴിഞ്ഞാൽ വോണ്ട് അല്ല പറയാ, ഷീ വോണ്ട്സ് എന്ന് പറയണം. ഷീ വോണ്ട്സ് ടു മീറ്റ് യു ടുമോറോ. ഷീ വോണ്ട്സ് ടു മീറ്റ് യു ടുമോറോ. ഇനി എനിക്ക് പറയണം ഞാൻ നാളെ ഏതായാലും ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ നാളെ എനിക്ക് നിങ്ങളെ കാണുന്ന ആഗ്രഹമില്ല എന്നായി. നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പറയേണ്ടി വരും. എങ്ങനെ? ഐ ഡോണ്ട് വോണ്ട് ടു. എന്താണ്? ഐ ഡോണ്ട് വോണ്ട് ടു മീറ്റ് യു ടുമോറോ. ഐ ഡോണ്ട് വോണ്ട് ടു മീറ്റ് യു ടുമോറോ. ഇനി അവളാണെങ്കിലോ, അവൾക്ക് നിങ്ങളെ നാളെ കാണാൻ ഒരു ആഗ്രഹവും ഇല്ല എന്നാണെങ്കിലോ, ഷീ ഡസൻറ്റ്. അവിടെ ഡോണ്ട് അല്ല വരാം, ഉണ്ടോ? ഷീ ആവുമ്പോൾ എന്ത് ചെയ്യുക? ഡസൻറ്റ് ഉപയോഗിക്കാം അല്ലേ? ഐ ആണെങ്കിലോ ഐ, യു, ദേ, വി, ഇവരൊക്കെ ആണെങ്കിൽ വോണ്ട് ടു ഉപയോഗിക്കാം. അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലോ ഡോണ്ട് വോണ്ട് ടു. ഇനി ഹീ, ഷീക്കാണെങ്കിലോ വോണ്ട്സ് ടു വരണം. അതിൻ്റെ നെഗറ്റീവ് ഡസൻറ്റ് വോണ്ട് ടു. പറയാം ഷീ ഡസൻറ്റ് വോണ്ട് ടു മീറ്റ് യു ടുമോറോ. ഷീ ഡസൻറ്റ് വോണ്ട് ടു മീറ്റ് യു ടുമോറോ. അവൾ നാളെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ ഏതെങ്കിലും ദിവസം കണ്ടോളൂ. ഓക്കെ, ഇനി ഞാൻ ഇതേ സെൻറ്റൻസിൻ്റെ പാസ്റ്റ് പറയാൻ പോണ്. സത്യം പറയാലോ, ഇന്നലെ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. സത്യം. അപ്പോൾ പറയാം. അപ്പോൾ വോണ്ട് ആണോ ഉപയോഗിക്കുക? അല്ല. വോണ്ട്സ് ആണോ? അതുമല്ല. ഇതിൻ്റെ പാസ്റ്റായ വോണ്ടഡ് ടു ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ ഐ വോണ്ടഡ് ടു മീറ്റ് യു യെസ്റ്റർഡേ. ഇന്നലെ, യെസ്റ്റർഡേ പാസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടെ വോണ്ടഡ് ടു, ഇതിൻ്റെ കൂടെ പാസ്റ്റ് ടൈമാണ് ഉപയോഗിക്കേണ്ടത്, മറക്കരുത്. യെസ്റ്റർഡേ ഐ വോണ്ടഡ് ടു മീറ്റ് യു. ഇന്നലെ ഞാൻ നിങ്ങളെ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലോ എങ്ങനെ? ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലോ സത്യം പറയാമല്ലോ, ഇന്നലെ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. സത്യമാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ ആകുമ്പോൾ നെഗറ്റീവ് പറയേണ്ടി വരും. ഇതിൻ്റെ അല്ല, ഇതിൻ്റെ വോണ്ടഡ് ടുൻ്റെ. ഡിഡൻറ്റ് വോണ്ട് ടു. ഐ ഡിഡൻറ്റ് വോണ്ട് ടു മീറ്റ് യു യെസ്റ്റർഡേ. സത്യം പറയാമല്ലോ, ഇന്നലെ ഞാൻ അവളെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഐ ഡിഡൻറ്റ് വോണ്ട് ടു മീറ്റ് ഹെർ യെസ്റ്റർഡേ. പക്ഷെ കണ്ടു, അത് പറ്റി. ഇനി ഞാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ കടം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം. 1000, ഇത്ര ഉള്ളൂ. പറയാം യെസ്, ഐ വോണ്ട് ടു ബോറോ 1000 rupees. ഐ വോണ്ട് ടു ബോറോ 1000 rupees ഫ്രം യു. നിങ്ങളിൽ നിന്നായി. ഫ്രം യു. എപ്പോ? ടുനൈറ്റ്, ഇന്ന് രാത്രി. അല്ലെങ്കിൽ ടുഡേ, ഇന്ന്. അല്ലെങ്കിൽ ടുമോറോ, നാളെ. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഇതുമൊക്കെ ഏത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എത്രയും സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയുമ്പോൾ പറയാം ഷീ വോണ്ട്സ് ടു. വോണ്ട് ടു അല്ല, ഷീ വോണ്ട്സ് ടു സേ സംതിങ്. എനിക്ക് പറയണം ഇതിൻ്റെ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് ഇങ്ങനെ അവളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല.
അവൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴോ ഷീ ഡസൻറ്റ് വാണ്ട് ടു സേ എനിത്തിങ്. സംതിങ് അല്ല എനിത്തിങ്. നെഗറ്റീവ് ആകുമ്പോൾ സംതിങ്ങിന് പകരം എനിത്തിങ് ഉപയോഗിക്കാം. ഇത് മാർക്കരുത്. എന്താണ് നെഗറ്റീവ് ആകുമ്പോൾ സംതിങ് എന്ന് പറയാതെ എനിത്തിങ് എന്ന് പറയാം. ഓക്കെ. ഇനി വേണമെങ്കിൽ ഈ വോണ്ട് ടു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ വോണ്ട് ടുവിന്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കാം. എങ്ങനെ? വോണ എന്ന് വെച്ചാൽ വോണ്ട് ടു. വോണ്ട് ടു എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആയ വോണ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് എല്ലായിടത്തും ഈ ഒരു വോണ ഉപയോഗിക്കാൻ പറ്റില്ല. വോണ ഈ വോണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സുകളുടെ ഇടയിലാണ്. ഒരു വലിയ ഒരാളാണെങ്കിലോ റെസ്പെക്റ്റ് കൊടുത്ത് പറയേണ്ട വ്യക്തിയോടൊന്നും നമ്മൾ വോണെന്ന് പറയരുത്. അവിടെ വോണ്ട് ടു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വോണ്ട് ടു പറഞ്ഞ് പഠിച്ചാൽ മതി. അതുപോലെ വോൺസ് ടു ഇല്ലേ, അത് വോൺസ്റ്റാ. അതിനേക്കാൾ നല്ല വോൺസ് ടു ആണ്. എന്നാണ് വോൺസ് ടു വോൺസ്റ്റാ എന്ന് പറയും ഷോർട്ടായിട്ട്. അതുപോലെ വോണ്ട് ടുൻ്റെ വോണാന്ന് പറയും. ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഞാൻ പറയാണ്, യെസ് ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പറയാം യെസ് ഐ want to talk to you on the phone. എന്താണ്? I want to talk to you on the phone. അപ്പോൾ ഇപ്പോൾ വേണം ചേർക്കാം. I want to talk to you on the phone right now. I want to talk to you on the phone right now. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ വിചാരിക്കാം. എന്താണ് ചോദ്യങ്ങൾ? അല്ല നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പറയാം. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കാര്യം ചെയ്യാം. ഇതുണ്ടല്ലോ, ഇതാണ് ഡൂഡസിനെ സബ്ജക്റ്റിൻ്റെ മുന്നേ കൊണ്ടുവരാം. ഇതൊരു കോമൺ രീതിയാണ്. എന്താണ്? ഹെൽപ്പിംഗ് വെർബിനെ സബ്ജക്റ്റിൻ്റെ മുന്നേ കൊണ്ടുവരാം. ഇപ്പം സാധാരണ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ യുനോട് ചോദിക്കും അല്ലേ? യുനോടല്ലേ? നീ ഇവിടെ നിനക്കിവിടെ വരാൻ ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലേ? യുനോട് ചോദിക്കുക. അപ്പോൾ യു എന്ന് പറയുന്ന വേർഡിൻ്റെ മുന്നേ എന്ത് ചെയ്യുക? ഡു ചേർക്കുക. ഡു യു. എന്താണ്? ഡു യു വാണ്ട് ടു. ഡു യു വാണ്ട് ടു പ്ലേ വിത്ത് മീ? Do you want to eat anything? എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ? Do you want to come here? Do you want to come here? Do you want to go there? Do you want to play cricket? Do you want to play football? Do you want to? എന്താണ് do you want to? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. Do you want to ചോദിക്കണത്. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. Do you want to? Do you want to sit here? Do you want to talk to me? Do you want to talk to me? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? Do you want to talk to me? ഇനി ഷീ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഡു അല്ല ഉപയോഗിക്കുക, ഡസ് ഉപയോഗിക്കണം. അങ്ങനെ ഇപ്പം ഞാൻ പറയാണ്, അവൾക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ? ഡസ് ഷീ വോണ്ട് ടു മീറ്റ് മീ? ഡസ് ഷീ വോണ്ട് ടു ടോക്ക് ടു മീ? അതുപോലെ ഡസ് ഹീ വോണ്ട് ടു ടോക്ക് ടു മീ? ഡസ് ഹീ നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. സോ താങ്ക് യു എവരിവൺ.